വ്യാപാര മേഖലയിൽ 80 വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനൈറ്റുകൾ, പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ, CP ഫിറ്റിംഗ്സ്, എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടവണ്ണ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ദേശീയ വ്യാപാരി ദിനം ആചരിച്ചു. എടവണ്ണ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് പറമ്പൻ മുഹമ്മദ് സാദിഖ് പതാക ഉയർത്തി. വ്യാപാരദിനം സിന്ദാബാദ്, വ്യാപാരൈക്യം സിന്ദാബാദ്, വ്യവസായൈക്യം സിന്ദാബാദ്, രാജു അഫ്സർ സിന്ദാബാദ്, കുഞ്ഞു മുഹമ്മദ് സിന്ദാബാദ്, വ്യാപാരൈക്യം സിന്ദാബാദ്, വ്യവസായൈക്യം സിന്ദാബാദ്. ആഗസ്റ്റ് 9 സിന്ദാബാദ്, വ്യാപാരദിനം സിന്ദാബാദ്, ദേശീയ ദിനം സിന്ദാബാദ്, കുഞ്ഞാവാജി സിന്ദാബാദ്, രാജു അഫ്സർ സിന്ദാബാദ്. ജനറൽ സെക്രട്ടറി KTC മുന്തിർ, ട്രഷറർ ചെമ്മല മെഹബൂബ്, മുഖ്യ രക്ഷാധികാരി സലീം മാലിക, വൈസ് പ്രസിഡന്റ് റിയാസ് വടക്കൻ, മുതിർന്ന വ്യാപാരിയായ അൻസാരി അഹമ്മദ് കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാര ദിനത്തിന്റെ ഭാഗമായി എടവണ്ണയിലെ പഴയകാല കച്ചവടക്കാരെ അവരുടെ വീടുകളിൽ തന്നെ ആദരിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സാജിദ് കുണ്ടത്തോട്, സെക്രട്ടറിമാരായ ഹാരിസ് കടൂരൻ, സിദ്ദിഖ് നാഗേരി, K അറുമുഖൻ, ഷിഹാബ് സിയാന, അനിൽ പത്തപരിയം, അജ്മൽ V, ബിന്യാമിൻ N തുടങ്ങിയവർ നേതൃത്വം നൽകി. വ്യവസായി ഏകോപന സമിതി ആഗസ്റ്റ് 9 ദേശീയ ദിനമായി ഇന്ത്യയിലൊട്ടുക്കും ആഘോഷിക്കുകയാണ്. 2014 ഇന്ത്യയിലെ പല സംസ്ഥാനത്തെ വ്യാപാര സംഘടനകൾ സംഗമിച്ചുകൊണ്ടും 2014 ആദ്യ മോദി സർക്കാരിന്റെ കേരള വ്യാപാര ദിനം ആചരിച്ചു കൊണ്ടുവരികയാണ്. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയെ സംബന്ധിച്ചിടത്തോളം, വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഒരു സർക്കാരും പൊതുജനങ്ങളും അംഗീകരിക്കുന്ന ഒരു ദിവസമായി ഇന്ന് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ സുന്നത്തിൽ എല്ലാ വർഷവും നമ്മൾ ഈ പരിപാടികൾ ഉണ്ടാകാറുണ്ട്. നമ്മുടെ പാവപ്പെട്ട രോഗികൾ, കിടക്കുന്ന വ്യാപാരികളെ സന്ദർശിച്ചും മധുരപലഹാരം നൽകിക്കൊണ്ടും സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുമാണ് ഇത് മുന്നോട്ട് പോകാറുള്ളത്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് ഈ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ പേരിൽ ഇന്ന് മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുള്ളത് നമുക്കറിയാം. പൂക്കോട്ടുംപാടം യൂണിറ്റ് കമ്മിറ്റി ജില്ലാ സെന്ററിന് നമുക്കറിയാം പല രോഗികൾക്കും സൗജന്യമായാണ് അവർ അവിടെ ചികിത്സ നൽകുന്നത്. എടവണ്ണെന്ന് പോലും നമ്മൾ ലെറ്റർ കൊടുത്ത് അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്ഥിരം. അപ്പൊ അതുകൊണ്ട് അവർക്കുള്ള പിരിവാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമ്മളെ കടകളിൽ കയറി സംഭവിച്ചുകൊണ്ട് അവിടെ എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ഒരു വ്യാപാരി 30 വർഷോളമായി സുകുമാരൻ എന്ന ഐക്യ വർക്കേഴ്സ് എന്ന രീതിയിൽ അറിയുമ്പം നമുക്കറിയാം 30 വർഷോളം എടവണ്ണയിൽ അദ്ദേഹം വാടകയ്ക്ക് നിന്ന് കഷ്ടപ്പെട്ട് 20ഓളം വർഷം എടവണ്ണ യൂണിറ്റ് മെമ്പറുമായിട്ടുള്ള അദ്ദേഹത്തിന് ഒരു വീട് നിർമ്മിച്ചു നൽകിയായിരുന്നു. കഴിഞ്ഞ ഏറനാട് മണ്ഡലം കമ്മിറ്റി ഏറനാട് മണ്ഡലത്തിൽ നസറുദ്ദീന്റെ സ്മരണായി സ്നേഹ വീട് എന്ന രീതിയിൽ പദ്ധതിക്ക് നമ്മൾ നൽകിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അന്ന് സ്ഥലമില്ലാത്തത് കൊണ്ട് ആ അപേക്ഷ തള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എടവണ്ണ യൂണിറ്റ് കമ്മിറ്റി അത് ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് പ്രഖ്യാപനം നടത്തുകയാണ്. അദ്ദേഹത്തിന് ഒരു വീട് നിർമ്മിച്ചു നൽകാൻ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി എടവണ്ണ യൂണിറ്റ് കമ്മിറ്റി തീരുമാനമെടുത്തത് എല്ലാ വ്യാപാരികളെയും അറിയിക്കുകയാണ്. അതിന് എല്ലാ വ്യാപാരികളും അതിന് സഹകരിക്കണം. നമ്മളൊരു സഹോദരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് നൽകണം. അതുപോലെ തന്നെ നമുക്കറിയാൻ കഴിഞ്ഞു, കേരള വ്യാപാരി വ്യവസായ ഏകോപനത്തിന്റെ പേരിൽ പല പോസ്റ്റുകളും ഇറങ്ങുന്നുണ്ട്. ഒരു കാരണത്താലും അവർക്ക് നീതി ലഭിക്കാൻ ഒരു സംശയം വേണ്ട. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെയും ഇതിന്റെ പതാകയും ആര് വഹിച്ചാലും അതിനുള്ള നടപടി ഉണ്ടാകുമെന്ന് യാതൊരു സംശയം വേണ്ട. ഇന്ന് ഇന്ത്യയിലൊട്ടുക്കും വ്യാപാര ദിനം ആരംഭിക്കും ചില ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വ്യാപാരികളെ ഒരു കരിദിനമായി ആചരിക്കുന്നതായി അറിയാൻ കഴിഞ്ഞു. ഒരു സംശയം വേണ്ട, അത് എടവണ്ണിലെ വ്യാപാരി അംഗീകരിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ തെളിവാണ് ഇന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി എടവണ്ണ യൂണിറ്റ് കമ്മിറ്റി ഇന്ന് 9:30 മണിക്ക് പതാക ഉയർത്തിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വ്യാപാരികളെയും എടവണ്ണ യൂണിറ്റ് കമ്മിറ്റിക്കും പ്രസിഡന്റ് എന്ന നിലയിൽ നിങ്ങളെ
എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എന്തായാലും ഈ പറഞ്ഞ കാരുണ്യ പ്രവർത്തനത്തിൽ എല്ലാ വ്യാപാരവും പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആഗസ്റ്റ് 9 ദേശീയ വ്യാപാര ദിനമായി പ്രഖ്യാപനം നടന്നതിന് ശേഷം ഇങ്ങോട്ടുള്ള എല്ലാ വർഷങ്ങളിലും നമ്മൾ പതാക ഉയർത്തലും മധുര വിതരണവും അതുപോലെ തന്നെ രോഗികളായ വ്യാപാരികളെ സന്ദർശിക്കലൊക്കെ ആയിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിപ്പോരുന്നുണ്ട്. അതുപോലെ ഇന്ന് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് പൂക്കോട്ടുംപാടം ഡയാലിസിസ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൂക്കോട്ടുംപാടം യൂണിറ്റിന്റെ നേതൃത്വത്തിലുള്ള സൗജന്യ ഡയാലിസിസ് സെന്ററിന്റെ കളക്ഷൻ എടുക്കാനാണ്. ഇന്ന് വൈകുന്നേരം ഒരു 4 മണി മുതൽ നമ്മളിവിടെ ഇടവണ്ണയിൽ ബക്കറ്റ് കളക്ഷൻ ഉണ്ടായിരിക്കും. എല്ലാ വ്യാപാരികളും അതുമായി സഹകരിക്കണമെന്നാണ് പറയാനുള്ളത്. എന്തായാലും വ്യാപാര ദിനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ വ്യാപാര മേഖല അവരുടെ ഒരു അംഗീകാരത്തിന് വേണ്ടി കേന്ദ്രത്തിലും സംസ്ഥാനത്തിലുമൊക്കെ വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് ആവശ്യപ്പെട്ടു പോന്നിരുന്ന ഒരു കാര്യമാണ് 2015 ഓഗസ്റ്റ് 9 ദേശീയ വ്യാപാരി ദിനമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയും അതിൻ്റെ പരിപാടിക്ക് പ്രധാനമന്ത്രിയായിരുന്നു നമ്മൾ ഡൽഹിയിൽ ക്ഷണിച്ചിരുന്നത്. ഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബ് പറഞ്ഞ ഹാളിലായിരുന്നു ആ യോഗം ചേർന്നിരുന്നത്. അവിടെ വെച്ച് അന്നത്തെ ആഭ്യന്തര മന്ത്രിയും ഇപ്പോഴത്തെ പ്രതിരോധ മന്ത്രിയുമായ രാജ്നാഥ് സിംഗ് ആണ് ഉദ്ഘാടനം ചെയ്തത്. ഇതിൻ്റെ ഈ കാര്യം നടപ്പാക്കുന്നതിന് വേണ്ടി നമ്മുടെ അഖിലേന്ത്യാ കമ്മിറ്റിയും സംസ്ഥാനത്ത് സ്റ്റേറ്റ് ലെവലിൽ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും അതിൻ്റെ നേതാവായിരുന്ന നസീറുദ്ദീൻ സാഹിബ് അങ്ങേയറ്റം പരിശ്രമിക്കുകയും ശക്തമായ നിലപാടെടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര കമ്മിറ്റി ഇതിന് സപ്പോർട്ട് ചെയ്ത് അന്നത്തെ ഒരു യോഗത്തിൽ അവരൊക്കെ പങ്കെടുത്ത ഒരു യോഗത്തിൽ വെച്ചിട്ടാണ് നമ്മളെ സംസ്ഥാന കൺവെൻഷൻ വരെ അന്ന് ഡൽഹിയിലാണ് നടന്നത്. ആഗസ്റ്റ് 9 ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയ ചരിത്രത്തിൽ കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം തുടങ്ങിയ ദിവസമാണ്, നടത്തിയ ദിവസമാണ്. ഇന്ന് കിറ്റ് ഇന്ത്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അക്കാലത്ത് ആദ്യമായി മുദ്രാവാക്യമുയർത്തി ബ്രിട്ടീഷുകാരോട് കിറ്റ് ഇന്ത്യ എന്ന് പ്രഖ്യാപിച്ചത് അന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ തുണി വ്യാപാരിയായിരുന്ന യുവാവായ യൂസഫ് മെഹർ അലി എന്ന ധീരദേശാഭിമാനിയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ വിവിധ സ്വാതന്ത്ര്യ സമരങ്ങളുടെ ഭാഗമായി ജയിലടക്കുകയും ചെറുപ്പത്തിൽ തന്നെ മരണപ്പെടുകയും ചെയ്യേണ്ടായി. അതുകൊണ്ട് തന്നെയായിരിക്കണം നമ്മുടെ അഖിലേന്ത്യാ കമ്മിറ്റി ഇന്ത്യയിലെ വ്യാപാരി വ്യവസായികൾക്ക് ഏറ്റവും അഭിമാനകരമായ ദിവസമായ ഓഗസ്റ്റ് 9 കിറ്റ് ഇന്ത്യ ദിനം നമ്മുടെ ദിനമായി ആചരിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവുക. ഈ ദിനത്തിൽ നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് വ്യാപാര മേഖലയിൽ 80 വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനൈറ്റുകൾ, പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ, CP ഫിറ്റിംഗ്സ്, എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ.